ഹായ് ഓൾ, ഇന്നൊരു അടിപൊളിയായിട്ടുള്ള കേക്ക് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് വെറൈറ്റി ഡെക്കറേഷൻസും വീട്ടിലെ വിശേഷങ്ങളും അതുപോലെ ആനിവേഴ്സറി വിശേഷങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കുള്ള ദിവസമാണ്, 2 ദിവസം അടുപ്പിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ പ്ലാനിങ്ങിലാണ് വർക്ക് ഓരോന്നായിട്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണ്. ദോശയാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ തിരക്കുള്ള ദിവസങ്ങളിൽ അധികം ദോശ പുട്ട് ആ ഒരു സിസ്റ്റം ആയിരിക്കും. ഞാൻ ഒരുപാട് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാ ദോശ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ആയതുകൊണ്ട് ചട്ടിയിൽ നിന്ന് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്തായിട്ട് എനിക്ക് ഫസ്റ്റ് നമുക്ക് ചായ ആണല്ലോ വേണ്ടത്. അപ്പോൾ ആ ഒരു ചായ കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് രാവിലെ നല്ല വെയിലൊക്കെ ആയിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് മഴ തന്നെയാണ് കേട്ടോ. നല്ല മഴയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും ഉച്ചക്കത്തെ ലഞ്ച് ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഫ്രഷായി വന്നിട്ടിപ്പോൾ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു രണ്ട് ബർത്ത്ഡേൻ്റെ കേക്ക് ഉണ്ട്. ഒരു 2 2 ടയറും അതുപോലെ തന്നെ നോർമൽ കേക്കും എല്ലാം ആയിട്ട് കുറച്ച് ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്കിപ്പോൾ സ്പഞ്ചെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും ഉച്ചക്ക് കഴിയും. അപ്പോൾ ആ ഒരു കുക്കിങ്ങും കാര്യങ്ങളൊന്നും പിന്നെ അതിനിടക്ക് നടക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഫസ്റ്റിന് ഞാൻ അതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ 3 കിലോ കേക്കാണ് ചെയ്തത്. അതിലേക്കുള്ള എഗ്ഗും ഷുഗറും എല്ലാം കൂടി ബീറ്റ് ചെയ്തു. പിന്നെ അതിന് ശേഷം ഫ്ലോറ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുൾ പ്ലാനിങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എന്താ പറയുക, നമുക്കിപ്പോൾ കുറേ ഓർഡേഴ്സ് വരുന്ന സമയത്ത് അതിനൊരു ടൈം ടേബിൾ ചെയ്യണം ആദ്യം. ആ ഒരു ടൈം ടേബിളിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് വർക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ചെയ്യുന്ന ജോലിനോട് നമുക്ക് ചിലവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും എൻജോയ് ചെയ്യാൻ കഴിയില്ലല്ലോ, എപ്പോഴും ബിസി ആവൂലേ, ചടക്കണില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ വർക്കാണെങ്കിൽ എന്തായാലും ചടപ്പ് വരും. പക്ഷേ ഫുൾ പ്ലാനിങ്ങിൽ ഒരു ടൈം ടേബിൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനിടയ്ക്ക് റെസ്റ്റ് എടുക്കാനും നമ്മളതായ സമയത്തിന് നമുക്ക് വേണ്ടിയിട്ട് സമയങ്ങൾ മാറ്റി വെക്കാനും മക്കൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കാനും അവർക്ക് ഫുഡ് ഉണ്ടാക്കാനും എല്ലാത്തിനും നമുക്ക് ടൈം ഉണ്ടാവും കേട്ടോ. പക്ഷേ നമ്മളെല്ലാം ഒരു വേണ്ടേച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനോട് പെട്ടെന്ന് മടുപ്പാണ് തോന്നുക. നമ്മൾ ചെയ്യുന്ന ജോലിനോട് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇനി ഓരോ ടിന്നിലായിട്ട് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് 3 കിലോയിൽ 2 ടയറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 9 ഇഞ്ചിലും 6 ഇഞ്ചിലുമാണ് കേക്ക് ചെയ്യണത് കേട്ടോ. അപ്പോൾ 9 ഇഞ്ചല്ല, 8.5 ആണ് കേട്ടോ. ഈ ഒരു ടിന്ന് വന്നിട്ടുള്ളത് 8.5ഉം 6 ഇഞ്ചിലുമായിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 3 കിലോ ബാറ്റർ ഇപ്പോൾ ഈ 4 പാത്രങ്ങളിലായിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ചിലവർ എന്നോട് ചോദിക്കാറുള്ളതാണ്, താഴത്തെ ടയർ എത്ര കിലോ ആണ്, മുകളിലത്തെ ടയർ എത്ര കിലോ ആണെന്നുള്ളത്. ഇതുപോലെ ഞാൻ ഒന്നിച്ച് ബാറ്റർ ഉണ്ടാക്കിയിട്ടാണ് ഇതുപോലെ ടിന്നിൽ ഒഴിക്കാറിട്ട്. അപ്പോൾ നമുക്ക് എത്ര കിലോ താഴെ വരുന്നുണ്ട് എന്നുള്ളത് കറക്റ്റ് പറയാൻ കഴിയില്ല. അങ്ങനെ ഫസ്റ്റ് ബാച്ച് വെച്ചു, ഓവനിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം സെക്കൻഡ് ബാച്ച് ഇപ്പോൾ റെഡിയാക്കുകയാണ് കേട്ടോ. എഗ്ഗെല്ലാം പൊട്ടിച്ച് ഒഴിക്കുകയാണ്. ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ 3 ബാച്ചായിട്ടാണ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെഡ് വെൽവെറ്റാണ് ഒരു ഫ്ലേവർ, പിന്നെ വന്നിട്ടുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ്, പിന്നെ വൈറ്റ് ഫോറസ്റ്റ്. ഇങ്ങനെ ഫ്ലേവേഴ്സ് വരുന്ന സമയങ്ങളിൽ നമുക്കിപ്പോൾ ഇങ്ങനെ ബാറ്റർ ഇങ്ങനെ ആ ഒരു കേജിക്ക് അനുസരിച്ചേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഒരേ ഫ്ലേവർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 കിലോ വെച്ചിട്ട് ഇങ്ങനെ ബേക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഈ ഒരു ബൗളിൽ 3.5 kg വരെ നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് മിക്സർ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ബൗളിൽ. പക്ഷെ ഞാൻ 3 kg ചെയ്യാറുള്ളൂ മാക്സിമം കേട്ടോ. 3.5 ചില സമയങ്ങൾ ചെയ്യാറുണ്ട്, തീരെ ചെയ്യാതിരിക്കാറില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ സെക്കൻഡ് ബാച്ചിൻ്റെ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി അതും ഞാൻ ഓരോ ടിന്നിലായിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ പുറത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ അയലിട്ടതെല്ലാം നനഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം പുറത്തുനിന്ന് എടുത്തിട്ട് അകത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പാക്കിൽ കൂട്ടി വെച്ചിട്ടുള്ള അതാണ്. അങ്ങനെ ഇപ്പോൾ ബേക്കിംഗ് എല്ലാം ബാറ്റർ ഉണ്ടാക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. കിച്ചണെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് മക്കൾ വരുന്ന സമയമായിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചായ റെഡിയാക്കുകയാണ്. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അവർ വന്ന് ആ ഒരു ഫുഡ് കഴിക്കലും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നൈറ്റിൽ വരെ നമുക്ക് ഫ്രീ ആണ്. ആ സമയങ്ങളിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് ഫുഡ് അവിടെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ അവർ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടാണ്, അവർക്കും വിശന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ കേക്കുകളായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് കേക്ക് ബാറ്റർ ഉണ്ടാക്കൽ കഴിഞ്ഞ പാടനെ കിച്ചണെല്ലാം ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു ബാച്ച് വെച്ചത് റെഡിയായി, അടുത്ത ബാച്ചും ഏകദേശം റെഡിയായി കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് വെച്ച ബാച്ച് പിന്നെ അവിടെ ടൈം നമുക്ക് കുറച്ചുകൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാ കേക്കും ബേക്കാക്കി എടുത്തിട്ടുണ്ട്. കപ്പ് കേക്ക് ഉണ്ട്,
പിന്നെ അതുപോലെ ടയർ കേക്കുകളും നോർമൽ കേക്കുമാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1.5 2 kg കേക്കെല്ലാം അത്യാവശ്യം പൊങ്ങി മുകളിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരുപാട് കട്ട് ചെയ്ത് കളയേണ്ടി വരികയാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് പൊങ്ങി വരുമ്പോൾ ടിന്നിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് അങ്ങനെ ബാറ്റർ പൊങ്ങി വരിക. ചെറിയ ടിന്നും കൂടുതൽ ബാറ്ററും ഉണ്ടെങ്കിലും മുകളിലേക്ക് നന്നായിട്ട് കൂർത്ത് ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ. അങ്ങനെ സ്പഞ്ചെല്ലാം റെഡിയാക്കിയത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മക്കൾക്ക് എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാനിവിടെ അപ്പോൾ എഗ്ഗ് ഓംലെറ്റ് അടിച്ചിട്ട് അതിൻ്റെ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ്. അതിനകത്ത് സോസെല്ലാം ഒഴിച്ചിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനും ചായ കുടിക്കും. പിന്നെ നമുക്കും തന്നെ അവിടെ ഫുഡ് കഴിക്കാനുള്ള ഒരു ടൈമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനൊന്നും ടൈം ഉണ്ടാവില്ല, കുറേ ലേറ്റായിട്ടൊക്കെ ആയിരുന്നു ആദ്യ സമയങ്ങളിലൊക്കെ വർക്ക് ചെയ്തിരുന്നത് കേട്ടോ. ഇപ്പോൾ പിന്നെ ഒന്നുകൂടി നമ്മൾ ആ ഒരു വലിയ തിരക്ക് പിടിച്ചിട്ടുള്ള ഓർഡർ അതുപോലെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഇപ്പോൾ കുറവാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ടൈമും കിട്ടുന്നുണ്ട്, നമുക്ക് നമ്മളെ ജോലി ചെയ്യാനും ടൈം കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ മക്കൾക്കുള്ള ഫുഡ് കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ടുണ്ട്. അവരിനി അത് കഴിച്ചോളും. വന്ന പാടുള്ള ആ ഒരു ക്ഷീണത്തിലുള്ള കെടുത്താണ് കേട്ടോ സ്കൂളിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേരും അങ്ങനെ ഇരുന്ന് കഴിക്കട്ടെ. പിന്നെ അത് കഴിഞ്ഞ് ഞാനും കഴിച്ചതിന് ശേഷം കേക്കുകൾ ഓരോന്നായിട്ട് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് നൈറ്റിലാണ്, നൈറ്റ് ഏകദേശം ഒരു 9 മണിയൊക്കെ ആവുന്ന ടൈമിലാണ്. അപ്പോൾ ഇത് ഫുൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനൽ കോട്ടിംഗ് എല്ലാം മോർണിംഗിൽ ചെയ്യുള്ളൂ. നമ്മൾ രാത്രി തന്നെ ചെയ്ത് വെക്കണം എന്നില്ല, കാരണം ടൈമുണ്ട്. അപ്പോൾ പിന്നെ രാവിലെ ബാക്കി ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ പിന്നെ രാവിലെ എണീറ്റതിൻ്റെ ശേഷം ഓരോ കേക്കുകളായിട്ട് ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീം ഇവിടെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്ത് റെഡി ആയതിൻ്റെ ശേഷം ഞാൻ ഓരോ കേക്കായിട്ട് എടുത്തിട്ട് ഫൈനൽ കോട്ട് ചെയ്യണം. അപ്പോൾ കസ്റ്റമർ കളർ തീം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് മാച്ചായിട്ടുള്ള ഓരോ കേക്കുകളാണ് ആക്കിയിട്ടുള്ളത്. ഡ്രസ്സിന് മാച്ചായിട്ടുള്ളതാണ് കേട്ടോ കേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓരോ കേക്കും ഫൈനൽ കോട്ട് ചെയ്തു, അത് സെറ്റാകാൻ വേണ്ടി വെച്ചു. പിന്നെ അതിൻ്റെ ശേഷം ഇനി സ്റ്റാക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ആ ഒരു കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ റീലും കൂടി ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് അതിനും കൂടി അനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ റീലിൻ്റെ വീഡിയോസ് ഓരോന്നായിട്ട് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും ഇൻസ്റ്റ ഫോളോ ചെയ്തവർക്ക് മാത്രമേ നമുക്കത് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും ഫോളോ ചെയ്യുക. സെയിം പേരിൽ തന്നെയാണ് കേട്ടോ, കേക്കറി ബൈ ഫിറോസ എന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഓരോ റീലായിട്ട് നമുക്ക് കാണാം. അതുപോലെ കുറേ മിനി വ്ളോഗ്സ് ഉണ്ടായിരിക്കും, ഇതിലിടാത്തത് കുറേ അതിലും ഉണ്ടായിരിക്കും. അപ്പോൾ പുതിയ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളെല്ലാം അത് ഇൻസ്റ്റയിൽ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഫ്ലവേഴ്സ് വെച്ചു, ഫോക്സ് ബോൾസ് വെച്ചു, ബട്ടർഫ്ലൈസ് വെച്ചു, ടോപ്പർ വെച്ചു, അങ്ങനെ എല്ലാം വെച്ചിട്ട് ഇപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബീഡ്സ് മിക്സ്ഡ് ആയിട്ടുള്ളതും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് മുന്നേ ചെയ്തിട്ടുള്ള സെയിം ഡെക്കറേഷനാണ്, സെയിം കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓറഞ്ചും ലിലാക്കും ആണ് കേട്ടോ മിക്സ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ എന്താ പറയുക, ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. എന്നിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മെയിനായിട്ട് നമ്മൾ ഫോട്ടോസ് ആണ് ശ്രദ്ധിക്കാറുള്ളത്. കാരണം കസ്റ്റമേഴ്സിന് കേക്ക് കിട്ടണതിൻ്റെ മുന്നായിട്ട് ഫോട്ടോ വേണ്ടി വരും. അപ്പോൾ ആ ഒരു ഫോട്ടോ നല്ല ഭംഗിയിൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. നമുക്കും പോസ്റ്റ് ചെയ്യാനെല്ലാം നല്ല നല്ല ഫോട്ടോസ് വേണ്ടേ. അപ്പോൾ അതിനനുസരിച്ച് എപ്പോഴും നല്ല ഫോട്ടോസ് അതുപോലെ നല്ല ക്ലാരിറ്റിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം ഇവിടെ 2 ടയർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് 3 kg വന്നിട്ടുള്ളതാണ് കേട്ടോ. 8.5 മുകളിലായിട്ട് 6 ടിൻ സൈസാണ് വന്നിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഫോണ്ടൻ വർക്കുകളുണ്ട്. ഇതെല്ലാം തലേദിവസം രാത്രി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ടെഡി ബിയറും പിന്നെ ഒരു ഷൂ വന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് ബോൾസുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള കോമ്പിനേഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വെച്ചപ്പോൾ ആ ഒരു ഷൂ ഒരു സൈഡിലേക്കൊക്കെ പോയിട്ട് ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നി. അപ്പോൾ അത് വീണ്ടും എടുത്ത് മാറ്റിയിട്ട് ഞാൻ ആ സൈഡെല്ലാം ഒന്നുകൂടി ക്ലീൻ ആക്കണം കേട്ടോ. അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു ടച്ച് ആയിട്ടുണ്ടായിരുന്നു കേക്കിൽ, അതെല്ലാം ഒന്ന് സ്ക്രാപ്പർ വെച്ചിട്ട് ഫിനിഷ് ആക്കിയതിൻ്റെ ശേഷം ഓരോ ഷൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ സൈഡിലായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് വെച്ചപ്പോൾ അവിടെ താഴെ ഭാഗത്തൊക്കെ ലൈൻസ് വന്നിട്ടും അതുപോലെ കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയതിൻ്റെ ശേഷം വെച്ച് കൊടുക്കാം.
അപ്പോൾ ഷൂ ഇതുപോലെയാണ് വെച്ചിട്ടുള്ളത്. മുന്നേ ചെയ്ത സെയിം ഡെക്കറേഷൻ തന്നെയാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 ബോൾസ് കൊടുത്തു. ഇതിൽ വൈറ്റ് കളർ വന്നിട്ടുള്ളത് ഫോക്സ് ബോൾസ് ആണ്. പിന്നെ ഡാർക്ക് മിലിറ്ററി ഗ്രീൻ വന്നിട്ടുള്ളത് ഫോണ്ടൻ്റ് ആണ് കേട്ടോ. അത് ചെറിയ ചെറിയ സൈസേ കൊടുത്തിട്ടുള്ളൂ, വലിയ സൈസിൽ കൊടുത്തിട്ടില്ല. കാരണം ഫോണ്ടൻറ്റിൻ്റെ വെയിറ്റ് ചിലപ്പോൾ കേക്കിന് താങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ സൈഡിലോട്ട് ചെരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വെയിറ്റ് ബാലൻസ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ നമ്മളിങ്ങനെ ഫോക്സ് ബോൾസും ഫോണ്ടൻറ്റും കൂടി മിക്സ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുമ്പോൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വെയിറ്റ് ബാലൻസ് ചെയ്യാതെ കേക്കിന് ആ ഒരു സൈഡിലേക്ക് ചെരിവ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സൈഡ് വീണ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഒരു ക്യൂട്ടായിട്ടുള്ള കേക്കാണ്, സിമ്പിളാണ്, കുറേ ബോൾസ് വന്നിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ. അവരെ ആ ഒരു ബർത്ത്ഡേൻ്റെ ഡെക്കറേഷൻ വർക്കും വന്നിട്ടുള്ളത് മാച്ചിങ് ആയിട്ട് തന്നെയാണ്. പിന്നെ അവർക്കൊരു 2 kg നോർമൽ കേക്കും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 kg കുറച്ചൊരു ഹൈറ്റിൽ കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പം ഇതിൻ്റെ സൈസും വന്നിട്ടുള്ളത് 9 ഇഞ്ചിലാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. 10 ഇഞ്ചാണ് നമ്മൾ സാധാരണ 2 kg കേക്കിനായിട്ട് ചെയ്യാറുള്ളത്. ഇവിടെ 9 ഇഞ്ച് യൂസ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചൊരു ഹൈറ്റ് കേക്കിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബോൾസും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ നോർമൽ ഹൈറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ലുക്ക് നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ മാറ്റിയെടുത്തു. ആ സെയിം ബോൾസും കാര്യങ്ങളും വെച്ച് 1 എന്നുള്ളൊരു ടോപ്പറും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നോർമൽ ഒരു കേക്കാണ്. ഇതും സെയിം ഏരിയയിലേക്ക് തന്നെയാണ് കേട്ടോ ഡെലിവറി വന്നിട്ടുള്ള ഈ ഒരു ചെറിയ കേക്കും. ചെറുതല്ല, 1 kg കേക്കാണ്. 7 ഇഞ്ചിലാണ് ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത്. ആനിവേഴ്സറി കേക്കാണ് കേട്ടോ. അപ്പോൾ സിമ്പിൾ ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് ചെറിയ ലൈൻസ് കൊടുത്തു. പിന്നെ ഗ്രാസ് ഫ്ലവർ കൊടുത്തു, പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട്, പിന്നെ ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ട് പെറ്റൽ നോസിൽ വെച്ചിട്ടുള്ള ചെറിയൊരു ഇത് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലവർ. പിന്നെ റെഡ് കളർ വെച്ചിട്ടാണ് കുറച്ച് എന്താ പറയുക പൈപ്പിംഗ് ബാഗ് ഓപ്പൺ ആക്കിയിട്ട് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഉള്ളൊരു ഫ്ലവറാണ് കൊടുക്കുന്നത്. അപ്പോൾ റെഡ് കളർ ഫ്ലവറാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റെഡ് കളർ എടുത്തപ്പോൾ എൻ്റെ കയ്യിലായിട്ടുള്ളത് ഞാൻ കാണിച്ചു തന്നതാണ്. അപ്പോൾ എന്താ മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കസ്റ്റമേഴ്സ് നമ്മളോട് റെഡ് മസ്റ്റാണെന്ന് പറയും. ആ റെഡ് അങ്ങോട്ട് കുറയാനോ കൂടാനോ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ റെഡ് കളറും ബ്ലാക്ക് കളറൊക്കെ യൂസ് ചെയ്യുമ്പോഴുള്ള ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്യുമ്പോഴുള്ള അവസ്ഥയാണ് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ കയ്യിലൊക്കെ ആവണത്. അപ്പോൾ എല്ലാ കേക്കിൻ്റെ ഡെക്കറേഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ 4 കേക്കാണ് അന്നത്തെ ദിവസം വർക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ സിക്കിളും പോപ്സും കപ്പ് കേക്ക് കൂടി ഉണ്ട് ഈ ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ കൂടെ സെറ്റായിട്ട്. അതും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോയിൽ. പിന്നെ ഇതന്നെ അത്യാവശ്യം തിരക്കുള്ള സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ ഒരു കേക്ക്സ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ എന്താ പറയുക ടയർ കേക്ക് പിന്നെയാണ് കേട്ടോ ഡെലിവറി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചിട്ട് കൊണ്ടുപോവുകയാണ്. ഫസ്റ്റ് ഇവൻറ്റ് വർക്ക് എന്താ പറയുക ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടെ പോയപ്പോൾ അവർക്ക് ടൈമൊന്നും ആയിട്ടില്ല, ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവൻറ്റിൻ്റെ ടീമെല്ലാം വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതവിടെ കൊടുത്തു, ഞങ്ങൾ പോന്നു. മറ്റേ കേക്കും ഡെലിവറി ചെയ്തു. എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം നൈറ്റിൽ ഇനിയിപ്പം ആനിവേഴ്സറിൻ്റെ സെലിബ്രേഷനാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം കേക്കൊന്നും ചെയ്യാനുള്ള മൂഡ് ഉണ്ടായിരുന്നില്ല, ഫുൾ തിരക്കായിരുന്നു. 2 ദിവസമായിട്ടുള്ള തിരക്കല്ല, തലേ ദിവസവും തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പ്ലാനാക്കിയെന്ന് ആദ്യം തന്നെ മക്കൾക്കും ഇഷ്ടം പുറത്ത് പോയിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്നായിരുന്നു. അങ്ങനെ പിന്നെ ഹണി കേക്ക്സിൽ പോയിട്ട് ചെറിയൊരു കേക്ക് വാങ്ങിക്കാം, എന്നിട്ട് അവിടെ തന്നെ കട്ട് ചെയ്യാമെന്ന് പ്ലാനാക്കി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹണി കേക്ക്സിൽ പോയി, കോട്ടക്കൽ പോയിട്ട് ഇപ്പോൾ ഇതാ കേക്കെല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും എടുത്തിട്ടില്ല, കാരണം ഞാനും കുറച്ചൊരു ഡയറ്റിങ്ങിലാണ്. പിന്നെ ഇക്കാക്കും തന്നെ അധികം മധുരമൊന്നും അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കഴിച്ചു ഓരോന്നായിട്ട്. അപ്പോൾ കിൻഡർ ബ്യൂണോൻ്റെ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചോക്ലേറ്റ് എന്താ പറയുക ആ ഒരു സംഭവം തന്നെ, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ മിക്സഡ് ചോക്ലേറ്റിൻ്റെ ഒരു മോസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു മോസ് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു, കഴിച്ചു. ജസ്റ്റ് ഒരു നമുക്കെല്ലാം എൻജോയ് ചെയ്യണ്ട ആ കൂട്ടത്തിൽ ഇതും നമ്മൾ ആ ഒരു ആനിവേഴ്സറി കൂടി ഒരു എൻജോയ് ചെയ്യണ്ടേ. അങ്ങനെ ഇത് കഴിക്കാൻ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ മുന്നേ ഇതേ സെയിം തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഹണി കേക്ക്സിൽ വന്നിട്ട് തന്നെ. ഇതിൻ്റെ ഉള്ളിൽ മോസാണ്, അപ്പോൾ പുറത്തായിട്ട് ചോക്ലേറ്റിൻ്റെ വെലർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്, ആ ഒരു വെൽവെറ്റ് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറത്ത് വൈറ്റ് ചോക്ലേറ്റും ഉള്ളിലായിട്ട് മിൽക്ക് ചോക്ലേറ്റുമാണ് വന്നിട്ടുള്ളത്, മിക്സ്ഡ് ഫ്ലേവറാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാം കഴിച്ചു. പിന്നെ കിൻഡർ ബ്യൂണോൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി കേട്ടോ.
പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പം നൈറ്റിലും നല്ല മഴയാണ് കേട്ടോ വരുന്ന സമയത്ത്. അങ്ങനെ പിന്നെ ഇനി കുറച്ച് തിരൂർ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. കോട്ടക്കൽ പോയി അത് കഴിച്ചിട്ട് തിരൂർ വന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പേജിലാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഫുഡ് കഴിക്കാൻ. അങ്ങനെ പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടു എന്താ പറയുക, ആ ഒരു ദിവസം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 15 വർഷമായി. അൽഹംദുലില്ലാ മാഷാ അല്ലാ. അപ്പം അതിൻ്റെ ചെറിയ ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു, നല്ലൊരു പ്രോഗ്രാം കഴിക്കണം എന്നൊക്കെ. പിന്നെ സിറ്റുവേഷൻ കൊണ്ട് നമുക്കതിന് പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ മാത്രമായിട്ടാണ് ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞത്. ഇനി ഇൻഷാ അല്ലാ ഫാമിലിയൊക്കെ ആയിട്ട് പിന്നീടുള്ള ആനിവേഴ്സറി ഒക്കെ അടിച്ചു പൊളിക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. എന്തായാലും ഒരുപാട് അപ്ഡേഷൻസ് ഇൻസ്റ്റയിലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഫോളോ ചെയ്താലേ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്